ഹായ് ഹലോ, ഇന്ന് നമുക്ക് ഉത്തരാഖണ്ഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വന്നാലോ? ഇവിടുത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് കണ്ടുവരാം. വാ. ഉത്തരാഖണ്ഡ് വന്നപ്പോൾ മുതലേ എനിക്കുള്ള ആഗ്രഹമായിരുന്നു ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. 3 വർഷമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നത്. ഒരുപാട് സുന്ദരമായിട്ടുള്ള ഗ്രാമങ്ങളും വയലുകളും അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഉത്തരാഖണ്ഡ്. ഈവനിങ് ടൈമിലാണ് നമ്മൾ ഗ്രാമങ്ങൾ തേടി പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നല്ല അസ്തമയ സൂര്യൻ്റെ അടിപൊളി കളറൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എവിടെ നോക്കിയാലും ബ്രിഡ്ജാണ്, അത്രയും നദികളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രിഡ്ജ് ഒക്കെ കാണാനായിട്ട് അടിപൊളിയായിരിക്കും. എനിക്ക് ഒരുപാട് നടന്ന് ട്രാവൽ ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. ഈ വണ്ടിയിലൊക്കെ പോകുന്നതിനേക്കാളും ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ നടക്കാൻ തന്നെയാണ്. ഇന്ന് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ചൗരാസ് ഏരിയയിലാണ്. ഇത് ഇവിടുത്തെ ഒരു ഗ്രാമമാണ്. ഇവിടെ കുഞ്ഞു കുഞ്ഞു ചായക്കടകളും കുഞ്ഞു കുഞ്ഞു വ്യൂ പോയിൻറ്റും ഒക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു ഗ്രാമം. ഇന്ന് ഈവനിങ് നമ്മൾ ചായ കുടിച്ചത് ഈ ഒരു കുഞ്ഞ് ചായക്കടയിൽ നിന്നാണ് കേട്ടോ. 10 രൂപയായിരുന്നു ചായക്ക് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിട്ടുള്ള അസ്തമയ സൂര്യനൊക്കെ കണ്ടിട്ട് ഈ ചായ കുടിക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ടെൻഷനുള്ള ടൈമിലൊക്കെ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്നിട്ട് ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നില്ലേ? ആ ഒരു ഫീലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അല്ലെങ്കിലും ഇവിടുത്തെ ഗ്രാമങ്ങൾക്കൊക്കെ ഈ ഒരു പ്രത്യേകത ഉണ്ട്. ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാമായിട്ട് നമുക്ക് ജീവിക്കാനും ഇരിക്കാനും ഒക്കെ പറ്റണ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് ഈ ഒരു ഉത്തരാഖണ്ഡ്. ഇത്രയും കാലമായിട്ട് ഇവിടെയൊന്നും വരാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കടമേ ഉള്ളൂ. ഈ ഒരു വ്യൂന്ന് വന്ന് നോക്കിയാൽ നമുക്ക് ഉത്തരാഖണ്ഡ് മൊത്തം കാണാനായിട്ട് പറ്റും. ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളും കാണാൻ പറ്റും. വെള്ളത്തിനൊക്കെ നല്ല ഇളം നീല കളറാണ്. ആകാശവും നീല കളറോട് പോലെ തന്നെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ എത്ര ദൂരം ട്രാവൽ ചെയ്യണമെന്നറിയോ? നമ്മൾ തന്നെ ശ്രീനഗർ മാർക്കറ്റിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ മേലോട്ട് കയറിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കാണുന്ന ഇതുപോലെയുള്ള ആൽമരങ്ങളും അതിന് ചുവട്ടിലുള്ള ചെറിയ മണ്ഡപങ്ങളും ഒക്കെ ഇവിടുത്തെ ഒരു കൾച്ചറിനെയൊക്കെ പ്രതിപാദിക്കുന്നതാണ്. ഈ ഒരു സമയത്തെ കാലാവസ്ഥയാണ് കേട്ടോ ഉത്തരാഖണ്ഡിലെ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം കൂടുതൽ തണുപ്പില്ല, കൂടുതൽ വെയിലില്ല, നല്ലൊരു അടിപൊളി മോയ്സ്ചറൊക്കെ ഉള്ള ഒരു നല്ല കാലാവസ്ഥ. ഈ സമയത്ത് നമുക്ക് നടക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റുന്നതായിരിക്കും. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ശ്രീനഗർ ഡാം. ഈ ഒരു സീസണിൽ ഒരുപാട് കിളികൾ ഇവിടെ എത്താറുണ്ട്. അതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ടതാണ് ഈ ഒരു കുഞ്ഞിക്കിളികൾ കൂട്ടത്തോടെ വന്നിട്ട് വിൻ്റർ അറിയിക്കാനായിട്ട് വരുന്ന വരവാണ്. അങ്ങനെ കുറച്ച് നേരം ആ വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. ആക്ച്വലി ഇപ്പോൾ കൃഷി ചെയ്യണ ടൈമല്ല. ഇവർ കൃഷി ചെയ്യാനായിട്ട് നിലമൊക്കെ പാകപ്പെടുത്തുന്ന ഒരു സീസണാണിത്. അതായത് വിൻ്റർ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭൂമി പാകപ്പെടുത്തി എടുക്കുകയാണ് ഇവർ ചെയ്യുക. വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയാലാണ് കേട്ടോ നമ്മുടെ വയൽ കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ ഭൂമി തട്ടായിട്ട് തിരിച്ചിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ വിൻ്ററിൽ അധികവും അവർ വിതച്ചിട്ടുണ്ടാവുക നമ്മുടെ കടുകൊക്കെയാണ്. കടുക് പാടങ്ങൾ നല്ല മഞ്ഞ പൂക്കളായിട്ട് നിൽക്കുന്നത് കാണണമെങ്കിൽ നമ്മൾ ഫെബ്രുവരിയിൽ വന്നേ പറ്റൂ. കടുക് മാത്രമല്ല, മുള്ളങ്കി പോലെയുള്ള ഐറ്റംസും ക്യാരറ്റ്, മുള്ളങ്കി അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവർ കൃഷി ചെയ്യും. പക്ഷേ നമ്മുടെ കളറ് ക്യാരറ്റ് അല്ല കേട്ടോ. ഗാജർ എന്നറിയപ്പെടുന്ന ഒരു റെഡിഷ് കളറുള്ള ക്യാരറ്റാണ് ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ വരും വീഡിയോസിൽ ഉൾപ്പെടുത്താണ് കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മുടെ കൃഷിപ്പാടമൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞാൻ പോകുന്ന സമയത്ത് തന്നെ ഒരു വല്യമ്മ വന്നിട്ട് ഇതുപോലുള്ള ഗ്യാസൊക്കെ ഇത്രയും സ്റ്റെപ്സൊക്കെ കയറിയിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ നടന്ന് കയറുമ്പോൾ തന്നെ ക്ഷീണിക്കും. പക്ഷേ ഇവർക്കൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കാരണം ഇവർ ഇതേപോലെയുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് ജീവിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കാട്ട് വഴികളിലൂടെയൊക്കെ പോകാൻ ഇവർക്ക് വലിയ പേടിയൊന്നുമില്ല. അങ്ങനെ കുറച്ച് കാട്ടുവഴിയൊക്കെ കടന്നിട്ടാണ് ഞാനിതാ ഈ ഒരു ഗ്രാമത്തിൻ്റെ പാടത്തേക്ക് എത്തിയത്. സാധാരണയായിട്ട് ഈ ഒരു പാടത്തിലാണ് ഇവിടെ കൃഷി ഇറക്കാറ്. ഇപ്രാവശ്യം കൃഷിക്കായിട്ട് സ്ഥലം ഒരുക്കി വരുന്നതേ ഉള്ളൂ. അതായത് നമ്മളെ കടുകിന് വേണ്ടിയിട്ടും നമ്മുടെ ഗോതമ്പ് പാടങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. മലകൾക്കപ്പുറമുള്ള ഈ ഒരു കുഞ്ഞു പാടം കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. കുഞ്ഞു പാടമല്ല കേട്ടോ, അത് കുറച്ച് വലിയ പാടം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ തട്ടായിട്ട് പലർക്കായിട്ട് കൃഷിഭൂമി വീതിച്ച് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് അവരുടെ പാടമൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ വിത്ത് വിതയ്ക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ പോകുന്ന സമയത്ത് തന്നെ അവിടെ 2 പേര് ഇരുന്നിട്ട് പുല്ലൊക്കെ പറിച്ചൊക്കെ കളയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിന് നമുക്ക് തരുന്നത്. നല്ല കാഴ്ചകൾ, നല്ല സന്തോഷം, മനസ്സിനൊരു സന്തോഷം തന്നെയായിരുന്നു എനിക്ക് അവിടെ വന്നപ്പോൾ ഉണ്ടായത് കേട്ടോ. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്ന ടൈമിൽ ഈ ഒരു സ്ഥലത്ത് കാണാൻ തന്നെ നല്ല പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ പിറകിൽ കാണുന്ന ആ ഒരു വലിയ ആൽമരമില്ലേ, അവിടെ ഇരിക്കാനും നല്ല രസമാണ് കേട്ടോ. പക്ഷെ നമ്മൾ പോയത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധിക ദൂരത്തേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. ഇതുപോലെയുള്ള വയലുകളൊക്കെ കാണുമ്പോഴാണ് ഞാൻ സത്യത്തിൽ എൻ്റെ നാടും വീടും ഒക്കെ ഓർത്തു പോകുന്നത്. നമ്മുടെ നാട്ടിൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണല്ലോ ഇതും. അപ്പോൾ ഒരു നാട്ടിലേക്ക് എത്തിയൊരു പ്രതീതി വരും. ഇവിടെ 2 ചേച്ചിമാരിരുന്നിട്ട് അവരിങ്ങനെ കളകളൊക്കെ പറിച്ച് കളയുകയാണ്. അതായത് അവർക്ക് ഇനി അടുത്തത് ഗോതമ്പ് വിതയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗോതമ്പൊക്കെ വിതച്ച് കഴിഞ്ഞ് അതൊക്കെ ഏകദേശം റെഡി ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഇങ്ങോട്ടൊന്ന് വരും കേട്ടോ. അപ്പം കാണാനായിരിക്കും കുറച്ചുകൂടെ ഭംഗി. ഇതിപ്പം ഇവർ നിലം റെഡിയാക്കി എടുക്കുന്നേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു ചാലുകളൊക്കെ കീറി നദിയിലെ ജലമൊക്കെ പല രീതിയിൽ ഒഴുക്കി വിട്ടിട്ടാണ് ഇവിടേക്കുള്ള വെള്ളത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ ജലസേചന മാർഗ്ഗമായിട്ടൊക്കെ എടുക്കുന്നത്. എൻ്റെ കൂടെ ഇതൊക്കെ കാണാൻ ഋഷിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. കുട്ടികളും ഇതേപോലെയുള്ള കൃഷി കാര്യങ്ങളൊക്കെ അടുത്തറിയാനും തൊട്ടറിയാനും ഒക്കെ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവൻ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്കുള്ള വഴി കുറച്ച് കഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പുറപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായേനെ. ഒരുപാട് പുലികളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ് ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ വരാൻ. അധികം കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ടുവന്നൊക്കെ ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം ആരും പുറത്തിറങ്ങി നടക്കാറില്ല. ഒരു 5 മണിക്ക് ശേഷം തന്നെ അധികം ആൾക്കാരും വീടിൻ്റെ ഉള്ളിൽ തന്നെ അഭയം പ്രാപിക്കുന്നതാണ് ഉത്തരാഖണ്ഡിൻ്റെ ഒരു പ്രത്യേകത. എന്നാലും ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയായിരിക്കും പേടിക്കാണ്ടൊക്കെ പുറത്തിറങ്ങി നടക്കുക എന്നുള്ളതിന് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം എന്നും ഓരോരോ ന്യൂസ് കാര്യങ്ങളാണൊക്കെ കേൾക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരും നല്ല അടിപൊളിയായി സന്തോഷത്തോടെ കൂടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷവും തോന്നുന്നുണ്ട്. കാട് പിടിച്ച വഴികളൊക്കെ കാണുമ്പം തന്നെ എനിക്ക് കുറച്ച് പേടിയാട്ടോ. ഇതുപോലുള്ള വഴികളിലാണ് രാത്രി വണ്ടിയിൽ പോകുന്ന ആൾക്കാരുടെ മേലേക്കൊക്കെ ലിപ്പേഡൊക്കെ കയറി ഉപദ്രവിക്കുന്നത് സംഭവങ്ങളൊക്കെ. പിന്നെ അതല്ലാണ്ട് ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം കൂടുതലായിട്ടുണ്ട് കേട്ടോ. വണ്ടിയിലേക്ക് വരെ അമ്മമാർ ചാടിക്കയറും. ആ കാണുന്നതാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി. ചൗരാസ് യൂണിവേഴ്സിറ്റിയിൽ ആണ് അധികം മലയാളി കുട്ടികൾ പഠിക്കുന്നത്. പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് രാവിലെ ഒരു ബസ്സും വൈകിട്ട് തിരിച്ചു കയറാനായിട്ട് ഒരു ബസ്സും ഉള്ളത്. അതൊക്കെ 5 മണിക്ക് മുന്നേ വന്ന് കഴിയും കേട്ടോ. അതുകൊണ്ട് തന്നെ സ്വന്തം വാഹനങ്ങളുള്ളവർക്കോ അല്ലെങ്കിൽ ടാക്സിനെയൊക്കെ ആശ്രയിക്കാൻ പറ്റുന്നവർക്കൊക്കെ ആയിരിക്കും ഇവിടെ വീടെടുത്താൽ നന്നായിട്ട് ജീവിക്കാനായിട്ട് പറ്റുക. അല്ലാത്തവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് നടന്നു വരിക എന്ന് പറയുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട. ഉത്തരാഖണ്ഡ് ഗ്രാമങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരാത്തതാണ്. അതുകൊണ്ട് തന്നെ അടുത്തത് അടിപൊളിയൊരു ഗ്രാമങ്ങളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.